നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും വെഹിക്കിൾ ഇൻഫോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ സിയുടെ ഫിൽറ്റർ നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുള്ളതാണ്. സിൻ്റെ ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മളുടെ സിക്ക് നല്ല രീതിയിലുള്ള തണുപ്പ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ സിയിൽ ചിലപ്പോൾ നമ്മൾ എത്ര സ്പീഡിലിട്ട് കഴിഞ്ഞാലും ചെറിയ ഒരു ഒരു ഫാനിൻ്റെ സ്പീഡ് ചെറുതായിട്ട് ഉണ്ടാവുള്ളൂ. അത് ഈ ഒരു സിൻ്റെ ഫിൽറ്റർ അടഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കാൻ നമുക്ക് എങ്ങനെ നമ്മുടെ വാഹനത്തിൻ്റെ സിയുടെ ഫിൽറ്റർ ക്ലീൻ ചെയ്യാം എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വീഡിയോകൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. അത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എങ്ങനെ ഇത് ക്ലീൻ ചെയ്യാമെന്നാണ് നോക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡാണ് ഇത്. ഇതിൽ ഈ ഭാഗത്താണ് ഇതിൻ്റെ ഫിൽറ്റർ, ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത് ഫിൽറ്റർ വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കിത് എങ്ങനെ ക്ലീൻ ചെയ്യുന്ന, നമുക്ക് സ്വയമായിട്ട് അല്ലെങ്കിൽ നമ്മൾ സർവീസിൽ കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യണം, ഇത് എത്രത്തോളം ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഉപകാരമൊക്കെ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളിത് ഊരിയെടുക്കുമ്പോൾ ഏകദേശം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, ഇത് ഇവിടെ വരുന്നത് നമ്മളുടെ വൈഫറിൽ വെള്ളം പാരുന്ന അതുണ്ടല്ലോ, വൈഫറിൽ വെള്ളം നിറക്കുന്ന ആ ഒരു ബോട്ടിലാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മളത് ഊരിയെടുക്കുമ്പോൾ അത് പരമാവധി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത് കംപ്ലൈൻറ്റ് ആവാണ്ടത് നമ്മൾ ഊരിയെടുക്കേണ്ടതായിട്ട്, ഈ ഒരു പാർട്ട് മൊത്തത്തിൽ ഊരിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഊരിയെടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ഒരു സ്ക്രൂ വരുന്നുണ്ട്, ഈ ഒരു സ്ക്രൂ നമ്മൾ ഊരണം. അതുപോലെ തന്നെ ഇവിടെയും ഒരു സ്ക്രൂ വരുന്നുണ്ട്, ഇതും ഊരിയെടുക്കണം. ഇവിടെ ലാസ്റ്റിലൊരു സ്ക്രൂ വരുന്നുണ്ട്, ഇത് ഊരിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഊരിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഫസ്റ്റിൽ നമുക്ക് ഈ ഒരു ഭാഗം ഊരിയെടുക്കാം. അതിനുശേഷം നമുക്ക് മറ്റുള്ളതും കൂടെ ഊരിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഫിൽറ്റർ എങ്ങനെ പുറത്തെടുക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് തീർച്ചയായിട്ടും എല്ലാവരുടെ വാഹനത്തിലും, നിങ്ങൾക്ക് ഇനി സ്വയം നിങ്ങളുടെ വാഹനത്തിൻ്റെ ഏത് ഭാഗത്താണ് ഫിൽറ്റർ ഇരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വാഹനം സർവീസിന് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് സർവീസിനൊക്കെ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യം പ്രത്യേകം പറയാം. ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അവരോട് തന്നെ പറയാം. അപ്പോൾ അവർ ക്ലീൻ ചെയ്ത് തരും. ഇത് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിൻ്റെ ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഉൾഭാഗത്തു നിന്നാണ് നമ്മളുടെ ഉള്ള എയർ വലിച്ചു കൊടുത്തുകൊണ്ട് അതിനെ തണുപ്പിച്ചുകൊണ്ട് അതിനെ ആ ഒരു എയറിനാണ് വീണ്ടും തള്ളി ഇടുന്നത്. പുറത്തേക്ക് അവർ പുറത്ത് തള്ളി വിടുന്നത് ഈ ഉള്ളിലുള്ള എയറിനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എയർ വലിച്ചെടുക്കുന്ന ഭാഗം അടഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള കാറ്റ് നമുക്ക് ലഭ്യമാവില്ല. അപ്പോൾ നമ്മൾ ഇത് ഊരിയെടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് പെട്ടെന്ന് നമുക്കങ്ങനെ ഊരിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇത് ഒരുപാട് ക്ലിപ്പുകൾ മാർഗ്ഗമാണിത് ഇവിടെ വെച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗം എടുക്കുമ്പോൾ നമുക്കിതാ ഇതാണ്, ഒന്ന് രണ്ട് സ്ക്രൂം കൂടെ ഉണ്ട് തോന്നുന്നുണ്ട്. ഇവിടെ ഒരു സ്ക്രൂം കൂടെ ഉണ്ട്, അതാണ് പെട്ടെന്ന് കിട്ടാത്തത്. ഇത് സ്വയമായിട്ട് ആളുകൾക്ക് നിങ്ങൾക്ക് ഊരിയെടുക്കാൻ റിസ്ക് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സർവീസ് സെൻറ്ററിൽ പറയുക. നിങ്ങൾ വാഹന സർവീസിന് കൊടുക്കുമ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ചൂടൊക്കെ അല്ല, അപ്പോൾ ഈ സമയത്തൊക്കെ എന്തായാലും ഇത് ക്ലീൻ ചെയ്യൽ അത്യാവശ്യമാണ്. കാരണം ഒരുപാട് പൊടികൾ കയറും. ഇത് നമ്മൾ വാഹനത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോഴുള്ള പൊടികളൊക്കെ ഇത് വലിച്ചെടുക്കും. ഇടുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ ഈ ഒരു ഭാഗം അവർ വലിച്ചെടുത്തുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ കിട്ടി. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാവുന്നുണ്ടാവും, ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഉൾഭാഗത്ത്, ഡാഷ്ബോർഡിൻ്റെ ഉൾഭാഗത്ത് വരുന്നത്. ഇതാണ് സിൻ്റെ മോട്ടർ. കംപ്രസർ അല്ല, ആ കംപ്രസർ അല്ല സിൻ്റെ ഇത് വരുന്നത്, മോട്ടർ വരുന്നത്. പിന്നെ ഇതാണ് നമുക്ക് കാണുന്നത് ഫിൽറ്റർ. ഈ ഒരു കാരണം ഇതാണ് നമുക്ക് എടുക്കേണ്ടത്, ഈ ഒരു ഫിൽറ്റർ. ഇത് കണ്ടോ, നിറച്ച് ചെളി കുടുങ്ങിയിട്ട് നിങ്ങൾക്ക് തന്നെ കാണാണ്ടോ, അവിടെയൊക്കെ കണ്ട പൊടിയൊക്കെ കുടുങ്ങി ചെളി. പിന്നെ ഇത് വരുന്നത് മറ്റുള്ള ഒരുപാട് ഫ്യൂസുകളാണ്. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട, അതിലൊക്കെ നിറച്ച് പൊടിയാണ്. ഏതൊരു വാഹനത്തിനും ഉള്ളിൽ പൊടി ഉണ്ടാകും. നമ്മൾ എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും വാഹനത്തിൻ്റെ ഉൾഭാഗത്ത് നല്ല രീതിയിലുള്ള പൊടി കാണിക്കും. അപ്പോൾ നമുക്ക് ഫിൽറ്റർ ഊരിയെടുക്കണം. ഇതാണ് ഇപ്പോൾ നമുക്ക് ഊരിയെടുക്കേണ്ടത്. അപ്പോൾ ഇത് ഊരിയെടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് നമ്മൾ ഊരിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യാൻ വയ്ക്കണം. ഇതാണ് ഫിൽറ്റർ. ഇത് ഒരു സെക്കൻഡ് നമുക്ക് ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മളുടെ സിൻ്റെ പ്രവർത്തനം എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണെന്നുണ്ട്.
ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അതിൽ പോയിക്കൊണ്ട് ആ ഒരു വാഹനം ഒരു AC എങ്ങനെ പ്രവർത്തിപ്പിക്കാൻ എങ്ങനെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, AC ഇട്ട മൈലേജ് കുറയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു ഭാഗം വരുന്നത്. ഇപ്പോൾ ഇവിടെയാണ് ആ ഫിൽറ്റർ വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഉൾഭാഗത്തുള്ള എയർ ഇതിലൂടെ വലിച്ചെടുത്തുകൊണ്ടാണ് ഈ മോട്ടോർ വഴി പുറത്ത്, പിന്നെ ഈ എയറിനെയാണ് അവർ തണുപ്പിച്ച് വീണ്ടും നമ്മളുടെ എയർ ഹോളിലൂടെ തള്ളി പുറത്ത് വിടുന്നത്. അതിനെയാണ് തണുപ്പിച്ച് വിടുന്നത്. വീണ്ടും നമ്മളുടെ ഉള്ളിലത്തെ എയർ എടുത്തുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു നോർമൽ നിശ്ചിത തണുപ്പായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവും കംപ്രസർ. നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത ഓട്ടോമാറ്റിക് AC കണ്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിശ്ചിത ആ ഒരു ടെമ്പറേച്ചർ നമ്മളുടെ വാഹനത്തിൻ്റെ ഉൾഭാഗത്ത് കീപ്പ് ചെയ്തുകൊണ്ടാണ് ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യാം. നോർമലാകുമ്പോൾ നമുക്ക് ഫിക്സഡ് ആക്കാൻ വെക്കാൻ പറ്റില്ല. നമുക്കൊരു നിശ്ചിത തണുപ്പ് എപ്പോഴും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു നിശ്ചിത തണുപ്പിൽ മാത്രമേ വെക്കാൻ പറ്റൂ. അതാണ് മാനുവൽ ACൻ്റെ ഒരു പ്രശ്നം. ഓട്ടോമാറ്റിക്കാണ് നമുക്ക് എത്ര തണുപ്പിൽ വേണമെങ്കിൽ കൺട്രോൾ ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്തൂടെയാണ് എയർ തള്ളുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഒരുപാട് ലോങ് ആവുന്നുണ്ട്, ആരും ഇതാവൊന്നും വേണ്ട. കാരണം അത് നമ്മൾ പരമാവധി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ പറയാമെന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇത് നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഈ എയർ വലിച്ചെടുക്കുന്ന കംപ്രസറാണ്. പിന്നെ AC മോട്ടോർ നമുക്ക് വേറെ ഇതിൻ്റെ എഞ്ചിനോട് അടുത്ത് ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ വൈഫറിലുള്ള വെള്ളം വരുന്ന ആ ഒരു, നമുക്ക് വെള്ളം വൈഫറും കൂടെ ഒരേ സമയം ഉപയോഗിക്കുമ്പോൾ നമുക്ക് വെള്ളം നിറക്കാൻ പറ്റുന്ന ഒരു ക്യാനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ACൻ്റെ ഫിൽറ്റർ ഇതാണ് നമുക്ക് ഈ ഒരു ഫിൽറ്റർ വെച്ചുകൊണ്ടാണ് ഒരുപാട് ചളികൾ ഇവിടെ നമുക്ക് ഉള്ളിലോട്ട് വലിക്കാണ്ട് ഈ ഒരു ഫിൽറ്റർ തടഞ്ഞു വെച്ചത്. ഇത് ഓരോ AC ഉള്ള വാഹനത്തിന് ഈ ഒരു ഫിൽറ്റർ ഉണ്ട്. അപ്പോൾ ഓരോ വാഹനത്തിനും വ്യത്യസ്ത ഭാഗങ്ങളിലായിരിക്കും ഈ ഒരു AC ഫിൽറ്റർ കമ്പനി കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അത് ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഊരാൻ വയ്ക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വന്തമായി ഊരി ക്ലിയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ക്ലിയർ ചെയ്യാം. അതല്ല സർവീസ് സെൻറ്ററിൽ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ AC കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 10,000 ഒരു കിലോമീറ്ററൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ നിർത്തിയിട്ട് കഴിഞ്ഞാൽ ഒരു 6 മാസം 7 മാസം കൂടുമ്പോഴൊക്കെ ക്ലീൻ ചെയ്യുന്നത്, എപ്പോഴും ക്ലീൻ ചെയ്യുന്നത് നല്ലത്. ഒരു ദിവസം ഏറ്റവും നല്ലത് ഓരോ ദിവസം ക്ലീൻ ചെയ്യുക. അത്രയും വണ്ടിക്ക് നല്ലതാണ്, അല്ലെങ്കിൽ ACക്ക് നല്ലതാണ്. അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം കൂടുമ്പോഴൊക്കെ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ ക്ലീൻ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നിറച്ച് ചളിയാണ് ഇതിൽ. ഇപ്പം ഇതൊന്ന് കൊട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇത് ചളി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതിപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പോലെയല്ല, ഒരുപാട് ചളികൾ ഇതിന് പോയി. ഇപ്പോൾ കണ്ടോ, നമുക്ക് ആ ഓരോ ഹോളുകളും വ്യക്തമായിട്ട് ക്ലിയർ ആകുന്നത് വരെ നമ്മൾ ഇത് പല രൂപത്തിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ മാക്സിമം പൊടികൾ കാര്യങ്ങളൊക്കെ പോകണം. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം. ഇനി നമുക്ക് പരമാവധി ഇത് കഴുകിയെടുക്കാം. എങ്ങനെയാണെന്ന് കഴുകിയെടുക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം. പരമാവധി ചില ബ്രഷുകളൊക്കെ ഉണ്ടെങ്കിൽ, ടൂത്ത് ബ്രഷിൻ്റെ ഒക്കെ നമ്മൾ പല്ലിയേക്കുന്ന പഴയ ബ്രഷുകളൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ച് സോപ്പിട്ട് വരതി ക്ലീൻ ചെയ്യാം. എങ്ങനെ മാക്സിമം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും, ഇതിൻ്റെ ഓരോ കണ്ണികളിലുള്ള ചളികൾ പരമാവധി ഒഴിവാക്കുക. അതാണ് ക്ലീൻ ചെയ്യേണ്ട. അല്ലാതെ നമുക്ക് പ്രത്യേകം ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മൾ പരമാവധി കഴുകി നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റിലൊന്ന് കൊട്ടിയാൽ മെയിൻ ചളികളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നല്ല രീതിയിൽ കഴുകി എടുക്കാം. ഓക്കെ, ഞാൻ ഈ കഴുകി എടുത്തിട്ട് കാണിച്ചു തരാം. മനസ്സിലായിട്ടുണ്ടാവും ഇത് കഴുകി എടുത്തുകൊണ്ട് എത്രത്തോളം വൃത്തിയായിട്ടുണ്ട് എന്നുള്ളത്. നേരത്തെ നമുക്ക് ഇതിലൂടെ പുറത്ത് ഉള്ള ഇത് കാണാൻ പറ്റാത്ത കോലത്തിലായിരുന്നു. ഇത് ക്ലീൻ ചെയ്ത് നമുക്ക് ഓരോ ഹോളുകളും വ്യക്തമായിട്ട് തുറന്ന രീതിയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഞാനതൊന്ന് ശരിക്ക് നല്ല രീതിയിൽ കഴുകിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളും അതുപോലെ തന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുറത്ത് നമ്മളിപ്പോൾ സർവീസിന് കൊടുക്കുമ്പോൾ അവരുടെ അടുത്ത് കംപ്രസറുടെ എയർ ഉണ്ടാവും. അവർ എയർ അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പോകും. നമ്മളെക്കൊണ്ട് ആ ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ രൂപത്തിൽ കഴുകിയെടുത്തത് ക്ലീൻ ചെയ്തത്. ഇത് എത്രത്തോളം ക്ലീൻ ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ലതാണ്. പിന്നെ വെള്ളത്തോടുക്കൻ അങ്ങനെ വെക്കാണ്ട് ഇത് വെള്ളം ഉണങ്ങിയതിന് ശേഷം വെക്കുക. അല്ലെങ്കിൽ നമ്മൾ വെച്ചിട്ട് പ്രശ്നമില്ല, നമ്മൾ AC ആ സ്പോട്ടിൽ ഇടരുത്. കാരണം നമ്മൾ പിന്നെ ആ സ്പോട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ AC ഇതിലൂടെ വീണ്ടും എയർ വലിച്ചെടുക്കുമ്പോൾ ആ വെള്ളത്തിൽ ചളി കുടുങ്ങിക്കൊണ്ട് അത് പെട്ടെന്ന് അവിടെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇത് വെള്ളമൊക്കെ ഉണങ്ങിയതിന് ശേഷം നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം അതിനുശേഷം ഫിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണിപ്പോൾ നമ്മൾ കഴുകിയെടുത്ത ഫിൽറ്റർ. ഇത് നമുക്ക് ഇനി അവിടെ തന്നെ വീണ്ടും വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പ്രോസസ്സ് തന്നെ വീണ്ടും അത് അടച്ച് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിത് വീണ്ടും അവിടെ വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വെക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഇത് നമ്മൾ എടുത്ത ഭാഗത്ത് തന്നെ വീണ്ടും വെക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ അതൊരു ലോക്കിംഗ് ആണ്, ചെറിയ രീതിയിലുള്ളൊരു ലോക്കിംഗ് ആണ്. ആ ലോക്കിൽ ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
അത് ഒരു ഭാഗത്ത് ഹോളായിട്ട് വരും. അപ്പോൾ പെട്ടെന്ന് ഹെയർ അതിലൂടെ കയറിപ്പോവും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ആ ഒരു ഹോളുകൾ വരാതെ കറക്റ്റായിട്ട് അതിൽ സീറ്റിംഗ് ആയിക്കൊണ്ട് തന്നെ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ കണ്ടോ, ഇത് കറക്റ്റ് സീറ്റിംഗ് ആയി. ഇപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് നേരത്തെ കണ്ട കളറും ഇതിവിടെ നേരത്തെ ഉണ്ടായിരുന്ന ചളിയുടെ കളറും ഈ ഒരു AC ഫിൽറ്ററിൻ്റെ കളറും നല്ല രീതിയിലുള്ള മാറ്റം കാണുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അത് നമ്മൾ എപ്പോഴും നല്ല യാത്രകളും AC കൂടുതലിടുന്ന ആളുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിത് വീണ്ടും നേരത്തെ നമ്മൾ ഫിറ്റ് ചെയ്ത പോലെ തന്നെ ഫിറ്റിങ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കൊന്നുമില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നല്ല, ചെറിയ റിസ്ക് ഉണ്ട്, അതിൻ്റേതായ റിസ്ക് ഉണ്ടാകും ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും. അപ്പോൾ നമ്മൾ അത് ചെയ്ത് മുഴുവനായിട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഒരു സെക്കൻഡ്, നിങ്ങൾക്ക് ഈ ക്യാമറ നമുക്ക് എല്ലാ ഭാഗങ്ങളും ഫിറ്റ് ചെയ്യൽ ശരിക്കും കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ചെറിയൊരു ഇതിലിപ്പോൾ കണ്ട ഇത് ഏകദേശം ഫിറ്റായിട്ടുണ്ട്. ഇനി സ്ക്രൂറിങ് കാര്യങ്ങളെ ബാക്കിയുള്ളൂ. ഇപ്പോൾ കണ്ടോ, ഇത് ഫിറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ നേരത്തെ കാരണം വൈഫറിൻ്റെ ക്ലിപ്പ് ഇവിടെ ഇട്ട് കൊടുക്കാം. ഇതൊന്നും ഒരിക്കലും മിസ്സാവരുത്, കാരണം മിസ്സായി കഴിഞ്ഞാൽ ഇതിലൂടെയൊക്കെ ഒരുപാട് പൊടികൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മളുടെ ഒരു ക്യാനിൽ മൊത്തത്തിൽ പൊടിയാവും. അപ്പോൾ നമ്മൾ ഗ്ലാസ്സിൽ വെള്ളം അടിക്കുമ്പോൾ ഫുള്ള് ചെളി വെള്ളമായിരിക്കും വരിക. അതും ശ്രദ്ധിക്കുക. ഇത് പരമാവധി നല്ല ലോക്ക് ചെയ്ത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് നമ്മളുടെ സ്ക്രൂകൾ ഇട്ട് കൊടുക്കാം. നേരത്തെ ഊരിന്ന് ഇത് നമ്മളുടെ ഒരു AC ഒരു ഭാഗം തന്നെയാണ്. നമ്മുടെ കാലിൻ്റെ ഭാഗത്ത് നമുക്ക് AC പല ഭാഗത്തേക്ക് തിരിച്ചു വെക്കാൻ പറ്റും. കാലിൻ്റെ ഭാഗത്ത് അതുപോലെ തന്നെ പല ഭാഗത്തേക്കായിട്ട് അതിലൊരു കാലിൻ്റെ ഭാഗത്തേക്ക് AC കാറ്റ് വരുന്നത് ഈ ഒരു പോർഷനിലൂടെ വന്നിട്ട് ഈ 2 ഹോളിലൂടെ ഈ ഒരു 3 ഹോളിലൂടെ ഈ 3 ഹോളിലൂടെയാണ് ഈ കാലിൻ്റെ ഭാഗത്തേക്ക് തണുപ്പിക്കുന്ന AC പുറത്തുവിടുന്നത്. അപ്പോൾ ഇത് നമ്മൾ വെച്ച് വീണ്ടും നമ്മൾ സ്ക്രൂ ചെയ്യാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ചെയ്യാം. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ പൂർണ്ണമായിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ ഭാഗങ്ങളും ഫിറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി നമ്മൾ AC ഫിൽറ്റർ ക്ലീൻ ചെയ്തുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ട് ഫിറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഷെയർ ചെയ്ത് അവർക്കൊക്കെ ഒരു ഉപകാരമായിക്കോട്ടെ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം കാണാം. നന്ദി, നമസ്കാരം.